നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്കിന്ന് ഒരു നോ കോൺടാക്ട് റീഡിങ് ചെയ്യാം. നോ കോൺടാക്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോ കോൺടാക്ട് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. ഓക്കെ, കുറച്ച് പേർക്ക് ചിലപ്പോൾ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ഇടയ്ക്ക് വല്ലപ്പോഴും സംസാരിക്കുന്നുണ്ടാവാം, കുറച്ച് പേർക്ക് അത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവാം. സോ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും കേട്ടോ. സോ ഞാനത് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നോ കോൺടാക്ട് മാത്രമായിട്ട് ഞാൻ ചെയ്യാത്തത്. കാരണം അത് എല്ലാവർക്കും പിന്നെ മാച്ച് ആവില്ല. പിന്നെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടേണ്ടിയും വരും അതിനനുസരിച്ച്. അതുകൊണ്ടാണ്. എനിവേ, ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് നോ കോൺടാക്ട് ഉള്ള ആൾക്കാർക്ക്, ഓക്കെ, കുറച്ച് പേർക്ക് കോൺടാക്ട് ഉള്ളവർക്ക്, അതായത് റെഗുലർ എന്നുള്ള രീതിയിലുള്ള ഒരു മീൻസ് ഡെയിലി ഫുൾ ടൈം എന്ന രീതിക്കല്ല, പക്ഷേ കുറച്ച് കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനെ 2 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. സോ ടോട്ടൽ നോ കോൺടാക്ട് ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ ഭാഗത്ത് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, നെക്സ്റ്റ് 15 ഡേയ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 15 ഡേയ്സിൽ നോ കോൺടാക്ട് ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഫീലിങ്സ് 3 പേജ് ഓഫ് പെന്റിക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഫൈൻ. ആക്ച്വലി ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല, പേഴ്സണിൻ്റെ മൈൻഡിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ഈ സിറ്റുവേഷനെ കുറിച്ച്. ഓക്കെ, ആൻഡ് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിൽ. നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഇമോഷൻസിൻ്റെ കാര്യമാണ് പറയുക. സോ എവിടെയോ നിങ്ങളെ ഒരു മിസ്സിങ് എനർജി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലും അവർക്കൊരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ 2 പേരും ഇതിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ പിക്ചർ വെച്ച് കൂടി നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു സ്റ്റോറി കിട്ടും. ചില സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് നോട്ടീസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അതിനെ അങ്ങോട്ട് നിങ്ങൾക്ക് തരുന്ന രീതിയിലല്ല. സോ മെസ്സേജ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, മനസ്സിൽ ആഗ്രഹമുണ്ട്, കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് പറയുന്നില്ല എന്നർത്ഥം. എല്ലാം സൈലൻ്റ് ആക്കി വെക്കുകയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്, സീക്രട്ട് ആക്കി വെക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ ബേർഡൻ കാണുന്നുണ്ട്. അവർക്ക് എവിടെയോ മനസ്സിൽ ഒരു ഭാരമായിട്ട് ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചായിരിക്കാം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, അവരുടെ ലൈഫിലെ കാര്യങ്ങളായിരിക്കാം. ഭാരം എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ 10 of swords again. 6 of swords. മൂവ് ഓൺ ചെയ്ത കാര്യമാണ് കാണുന്നത്. ഓക്കെ, യെസ് വളരെ നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, നിങ്ങളോട് അവർക്ക് ഇവിടെ 2 സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തി ഉണ്ടാവാം, അവരുടെ ലൈഫിൽ 2 വ്യക്തികൾ ഉണ്ടാവാം. അഗെയിൻ ലേഡീസ് ജെൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല, കാരണം കിങ് എനർജിയാണ്. ദാറ്റ്സ് ഓക്കെ, ആരായാലും ശരി. നിങ്ങൾ ലേഡീസ് ആയാലും നിങ്ങൾ ജെൻസ് എന്ന രീതി കണക്കാക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തോളൂ. സോ ഇവിടെ നിങ്ങൾക്ക് എനിക്ക് കാണുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. തേർഡ് പാർട്ടി എന്ന രീതിക്ക് ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ അവർ മാരേജ് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, മാരേജ് തീരുമാനിച്ചു. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പ് എന്തും ആവാം. ഓക്കെ, ഒരു 2 തേർഡ് പാർട്ടിയുടെ എനർജി തീർച്ചയായിട്ടും ഉണ്ട്. സോ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിന്റെ ഇത് കാണുന്നുണ്ട്, ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്, ഒരു എൻഡിങ് കാണുന്നുണ്ട്. എനിക്ക് നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഇത് നോ കോൺടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ശരിക്കും നിങ്ങൾ ഓൾമോസ്റ്റ് എൻഡ് എന്ന രീതിക്ക് നിങ്ങൾ വിട്ടുപോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പേഴ്സൺ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നു, വോട്ടെവർ. ഓക്കെ, ഇവിടെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ നിങ്ങളുമായിട്ട് ആക്ച്വലി വീണ്ടും 4 പെന്റിക്കിൾസും വന്നിട്ടുണ്ട്. സോ സിമിലർ എനർജി വന്നു ഇവിടെ. അവർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും അവർ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്, അവരുടെ ഭാഗത്താണ്. ഓക്കെ, അവരാണ് നിങ്ങളെ വേറെ തേർഡ് പാർട്ടിയിൽ ഇട്ടു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാവാനായതായിരിക്കാം. ഫാമിലി ആവാം. കിങ് ഓഫ് വാൻഡ്സും ഉണ്ട്, കിങ് ഓഫ് കപ്സും ഉണ്ട് എവിടെയോ. സോ 2 വ്യക്തികൾ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, അവർക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഒട്ടും ഇപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ ഒന്നും തയ്യാറല്ല. ഒരു മൂവിങ് ഓൺ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ്. 10 ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെന്റിക്കിൾസ്, 10 ഓഫ് സോർഡ്സ് ആണ്. സോ ഇവിടെ 2 പറയുന്നത് ഒരു വേദനിപ്പിച്ച്, ഒരു ബിട്രയൽ, ഒരു ബാക്ക് സ്റ്റാബിങ്, ഒരു നമ്മൾ പറയില്ലേ പിന്നിൽ നിന്ന് ചതിച്ച ഒരു ഫീലിംഗ് എല്ലാം വരുന്നുണ്ട് എനിക്ക്. സോ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും തെറ്റ് ചെയ്തത്. ഓക്കെ, പേഴ്സൺ തന്നെയാണ്. ഓക്കെ, കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ
ഇവിടെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളായിരിക്കാം മൂവ് ഓൺ ചെയ്തത്. മേ ബി പറഞ്ഞിട്ടുണ്ടാവാം ഈ സിറ്റുവേഷൻ വേണ്ട എന്ന് പറഞ്ഞു കാണാം. അല്ലെങ്കിൽ പേഴ്സൺ തേർഡ് പാർട്ടി കാരണം നിങ്ങളെ വിട്ടുപോയതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ അകന്നതായിരിക്കാം. ഇപ്പോൾ ഒരു അപ്രോച്ചിൻ്റെ യാതൊരു ഇതും എനിക്ക് കാണുന്നില്ല. അവർ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കട്ടെ. Balance. Six of Wands. King of Cups. Sorry, Knight of Cups. Okay. See, ഇവിടെ പേഴ്സൺ മാരീഡ്, തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. എന്തും ആവാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഫാമിലി, മാരേജ്, തേർഡ് പാർട്ടി, വേറെ എന്തും ആവാം. ഓക്കെ, അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആ പേരിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ബാലൻസ് വേണം എന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 6 of Wands ഉണ്ട്, വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും നമ്മളൊരു സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ബട്ട് ഇത് ഇപ്പോൾ അവരെല്ലാം ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇത് മെയിനായിട്ട് സൈലൻസ്, ബ്രേക്ക്, മാറി നിൽക്കുക, കോൺഫ്ലിക്റ്റ്, സീക്രസി, ഒരുപാട് സീക്രട്സ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ചില സീക്രട്സ് അവർ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പം ഒരു തൽക്കാലം എനിക്ക് പേഴ്സണൽ ആഗ്രഹമുണ്ട് മുന്നോട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം, നിങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻ കോംപ്രമൈസ് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓഫറുമായിട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. വീണ്ടും നിങ്ങളുമായിട്ട് ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ സെപ്പറേഷൻ തന്നെയാണ് എനിക്ക് കാണുന്നത്. നോക്കട്ടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഗൈഡൻസ് എന്താ കിട്ടുന്നത് നോക്കാം. ഇതെന്താ സാധ്യതയുള്ളത്? ഹാമർ. ഓക്കെ, സോൾമേറ്റ്സ് ആണ്. അതെ, പറഞ്ഞു വയ്യ. കുക്കർ ഫേസ്, പാഷൻ. ഓക്കെ, ശരി, ഫൈൻ. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും. ഓക്കെ, എനിവേ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവരുടെ ഭാഗത്തു നിന്നാണ് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. അവർ ചെയ്ത ചില കാര്യങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവർ വീണ്ടും ഇതിനെ റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ബെറ്റർ ആക്കണം എന്ന്, കോംപ്രമൈസ് വേണം എന്ന രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഞാൻ ഇവിടെ പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റുകൾ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അതൊരു മടി അല്ലേ, എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അവർ നിങ്ങളുടെ മുമ്പിൽ വരാൻ അവർക്കൊരു മടിയുണ്ട്. ആൻഡ് പാഷൻ കാണുന്നുണ്ട്, ആൻഡ് ഡേറ്റ് കാണുന്നുണ്ട്, ലവ് കോളും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പോസിബിൾ ആണ്, നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി വളരെയധികം നിങ്ങൾ വീണ്ടും പഴയ പോലെ ആ ഒരു സ്പാർക്കോടെ വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഡേറ്റ് കാണുന്നുണ്ട്, അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, വിളിക്കാൻ ആഗ്രഹിക്കുന്നു, മെസ്സേജ് വരുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. വരും, പക്ഷെ ഇതെല്ലാം കുറച്ച് ഡിലേ ഉണ്ട്. കാരണം ഇപ്പം എല്ലാം ഒരു ഹോൾഡിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാം ഒരു ഹോൾഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, റീയൂണിയൻ ഉണ്ട്. പ്രത്യേകിച്ച് നോ കോൺടാക്ട് ആണെങ്കിൽ ഓക്കെ ഇത് റിന്യൂ ആവും. ആൻഡ് ഇത് കാമിക് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അവരൊരു കാമിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുകയാണ്. ഓക്കെ, തേർഡ് പാർട്ടിയിൽ അവർ പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ പുറത്ത് വരണം. ഓക്കെ, ആ പുറത്ത് വരാനുള്ള ഒരു എനർജി ചേഞ്ച് ആണ് നമുക്ക് വരേണ്ടത്. അതിന് ശേഷം മാത്രമേ ഇതൊരു റീയൂണിയൻ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ടൈം പറയാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. കുറച്ച് സമയം എടുക്കും, ഇത് ഡിലേ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വാൺസ് എനർജി അധികം ഇല്ല, ഏറ്റവും കൂടുതൽ സോഡ്സ് ഒക്കെയാണ്. സോ കുറച്ച് സമയം എടുത്തേക്കാം. ഓക്കെ, സോറി, സോഡ്സ് എന്നല്ല, പെൻറ്റക്കിൾസ് എനിക്ക് മെയിൻലി ഹോൾഡ് ബാക്കിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ തന്നെ വേണം വെച്ച് ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അഡ്വൈസ് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കാം. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എന്ന് വെച്ചാൽ അവരെ പുറകെ പോകാനല്ല ഞാൻ പറയുന്നത്, ബട്ട് നിങ്ങൾ അതിനെ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക. ഫോർഗിവ്നെസ് പ്രയർ ചെയ്യൂ. ഓക്കെ, ആൻഡ് എന്തെങ്കിലും കർമ്മിക്കായിട്ട് നിങ്ങളുടെ ഇടയിലും എന്തെങ്കിലും കർമ്മ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള കർമ്മ കൊണ്ടാണ്. സോ നിങ്ങളിത് ഫോർഗിവ്നെസ് പ്രയർ റെഗുലറായിട്ട് ചെയ്യുക.
ഓക്കെ, അതാണ് ആദ്യം വേണ്ടത്. ആൻഡ് മാത്രമല്ല നിങ്ങൾ ഈ പേഴ്സണിനെ എപ്പോൾ തിരിച്ചു വരും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം അത് അവർ ഇപ്പോൾ തിരിച്ചു വന്നാൽ അത് ശരിയുമല്ല. ബിക്കോസ് അവരുടെ ലൈഫിൽ ആ തേർഡ് പാർട്ടി ക്ലിയർ ആയി പോകണം, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വരട്ടെ. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ക്ലാരിറ്റി വരട്ടെ, എന്നിട്ട് അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളത്, അവർക്ക് ക്ലാരിറ്റി വന്ന് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരട്ടെ, അനിയെ വരട്ടെ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഫൊർഗീവ്നെസ് പ്രയർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ ഡെയിലി. ഐ എം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഹൊപ്പണൊപ്പണോ പ്രയർ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഫസ്റ്റ് ഇതിൽ എൻ്റെ കയ്യിൽ ഞാനൊരു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്. വളരെ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് 15 ഡേയ്സിൻ്റെ എനർജി ആണ് നോക്കിയത്. എനിക്ക് കൂടുതലും ഹോൾഡ് ബാക്ക് ആണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് 15 ദിവസത്തേക്ക് എന്തായാലും പ്രതീക്ഷിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് മേ ബി. ഓക്കെ, സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ, സമാധാനത്തിൽ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, സോ നോ കോണ്ടാക്റ്റുകാർക്ക് അതാണ്. നമ്മളിനി കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡെയിലി കമ്മ്യൂണിക്കേഷൻ അല്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഫീലിങ്സ് എന്താണ് എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് അവർ തുറന്ന് പറയുന്നില്ല എന്നാണെങ്കിൽ, നന്നായി ഷഫിൾ ചെയ്തില്ലെങ്കിൽ സെയിം കാർഡ്സ് റിപ്പീറ്റ് ആവും. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളുടെ നിങ്ങളുടെ പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നത്? awesome. And woman, okay, justice. Wow, beautiful. That's okay. Shuffle ശരിയാവാതെ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് യെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങളോട്. അവർ ആക്ച്വലി വളരെയധികം കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങളൊരു ഫാമിലി പോലെ കാണുന്നുണ്ട്. ഫാമിലി ആയിട്ട് വേണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഇവിടെ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, യെസ് നിങ്ങളെ ഫാമിലി ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തത് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയിൽ സ്റ്റക്ക് ആയിരിക്കും, അതായത് മാരീഡ് ആയിരിക്കും. ഓക്കെ, മാരീഡ് ആണ് എനർജിയാണ് കൂടുതൽ വരുന്നത്. സോ അവർ സ്റ്റക്കാണ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. അവരുടെ ചില റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ചില കടമകൾ, ഓക്കെ, അതിലവർ സ്റ്റക്കാണ്. ഞാനിവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. നിങ്ങളോടും ന്യായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മേ ബി അവർ ലീഗലി നമ്മളൊരു മാരേജിലൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനും ലേശം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിൽ അവർ പെട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുമായിട്ടും ഞാൻ പറഞ്ഞ പോലെ അവർ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കിപ്പോൾ സാധിക്കാത്തൊരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുറേ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഓക്കെ, ബട്ട് മേ ബി എല്ലാം തുറന്ന് പറയുന്നുണ്ടാവില്ല. കാരണം അവർ സ്റ്റക്കായിട്ട് ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിലുണ്ട്. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. ബട്ട് വളരെ ആക്ച്വലി എനിക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത്. ജസ്റ്റിസ് ഉണ്ട്, 8 of Wands ഉണ്ട്, കമ്മ്യൂണിക്കേഷനിലേക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ബട്ട് ആള് ലേശം സൈലന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ റീസൺ ആണ്. കാരണം അവർക്ക് തോന്നുന്നത് അവർക്ക് ഈ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലോ നിങ്ങളോട് ന്യായം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ എന്ന രീതിക്കൊരു ചെറിയ ചിന്തയാണ്. ഓക്കെ, നമുക്ക് നോക്കാം കുറച്ചുകൂടി. ടവർ, Knight of Wands, and again 10 of Swords വന്നു, 9 of Swords, 8 of Swords. Oh my god, okay. ശരിക്കും നിങ്ങളോട് വളരെയധികം പാഷനാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് അവർക്ക്. നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഓടി വരണം എന്ന രീതിക്കുണ്ട്. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ലൈഫ് തകരുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, കാരണം ഐ തിങ്ക് അവർ ഞാൻ പറഞ്ഞ പോലെ അവരൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലാണ്. ഓക്കെ, ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ ഒരു ഓൾറെഡി കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി അഗ്രി ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളും ആവാം കുറച്ച് പേർക്ക്. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എവിടെയോ അവർ തോന്നലതായിട്ട് അവരെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, അവർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തകരും, അവരെ ലൈഫ് തകരും. ഓക്കെ, അവരെ കെട്ടിപ്പടുത്ത അവരുടെ ജീവിതം ഉണ്ടല്ലോ, അതിൽ എല്ലാം കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി ആവശ്യമുണ്ട്, മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അത് അവർക്ക് ചെയ്യാനൊരു പേടി. ഓക്കെ, അതുകൊണ്ടാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യം അതാണ്. അവർക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ്. നിങ്ങളോട് വളരെയധികം അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അത്രയും നിങ്ങളെ ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങളെ കൂടെ വേണം ലൈഫിൽ. കാരണം നിങ്ങൾ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയ വ്യക്തിയായിരിക്കും, നിങ്ങളെ വളരെ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പക്ഷെ ഇവിടെ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് അവർക്ക് സിറ്റുവേഷൻ വിട്ട് പുറത്ത് വരാൻ പറ്റില്ല. അഗൈൻ ഹാങ്മാനും ഇതും 8 of Swords ഓൾമോസ്റ്റ് സെയിം ആണ്. അവർക്ക് ഒരു അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, വേണം എന്ന് അത്രത്തോളം അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ഷൻ്റെ കുറവാണ് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ഫീലിങ്സിൻ്റെ കുറവില്ല. ഫീലിങ്സ് ഉണ്ട്, അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ വേണം. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
പറയുന്നത്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്നുമുണ്ട്. അത് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണം, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം. ഓക്കെ, ബട്ട് ഒരു പ്രോപ്പറായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അതിലാണ് നിങ്ങൾ ഇവിടെ തടസ്സം കാണുന്നത് എനിക്ക്. ഓക്കെ, അവർക്ക് ആ ടെൻഷൻ, അവരുടെ സ്ട്രെസ് അങ്ങനത്തെ രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് പേടിയുണ്ട് അവർക്ക്. ഓക്കെ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന 10 ഓഫ് സോർട്സ് ഉണ്ട്. എൻഡിങ്ങിനെ പേടിയുണ്ട് അവർക്ക്. അതായത് അവർക്ക് ലൈഫിൽ അവരുടെ സിറ്റുവേഷൻസ് എൻഡായി പോയാലോ, അവർ ഇപ്പോൾ ഫാമിലി എന്തു പറ്റും, തകർന്നാലോ, മറ്റുള്ളവരെന്തു പറയും, അങ്ങനെയൊക്കെയുള്ള ചില തോട്ട്സാണ് ഇവിടെ അവരെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻവോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് റീസൺ. ഓക്കെ, നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. നമുക്ക് നെക്സ്റ്റ് 15 days നമുക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. 7 of Pentacles, 2 of Swords and Lovers energy. Wow, beautiful. ഞാൻ പറഞ്ഞില്ലേ 6 of Pentacles. അവർക്ക് നിങ്ങളെ വേണം. ഓക്കെ, യാതൊരു കൺഫ്യൂഷനും ഇല്ല, അവർക്ക് നിങ്ങളെ വേണം. ഓക്കെ, അവർ ആഗ്രഹം മുഴുവൻ ശരിക്കും അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ. ഓക്കെ, 4 of Cups. ഓക്കെ, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല. അവരെന്തെങ്കിലും സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആണ്, അവർക്ക് വേറെ എന്തുണ്ടെങ്കിലും ശരി, അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ബട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ വേണം വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്യാണ്, അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് അത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടാവും, ബട്ട് അവർ ഫീലിങ്സ് പറയില്ല. ഓക്കെ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ അതൊക്കെ മാറ്റി വെക്കുകയാണ്, മറക്കുകയാണ്. ബിക്കോസ് ഇവിടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല എനിക്ക്. ഓക്കെ, ഇവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ പേഴ്സൺ ഇവിടെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പോലെയാണ്. സോ എവിടെയോ അവർക്കൊരു പേടി, ദാറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തകർന്നാലോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സിനൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അവരുടെ ലൈഫ് കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, രണ്ടും ഉണ്ടാവും. ഓക്കെ, ഇവിടെ 7 of Pentacles and 2 of Swords ഒരു കൺഫ്യൂഷൻ, അവരൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് വേണ്ട അവരുടെ ലൈഫിൽ എന്ന് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. 7 of Pentacles പക്ഷേ ലേശം സ്ലോ ആണ് അവർ. ഓക്കെ, അവർ പെട്ടെന്ന് എടുത്ത് ചാടിയല്ല ചെയ്യുന്നത്. ഓക്കെ, അവർ സ്ലോ ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. ബട്ട് ലവേഴ്സ് എനർജിയാണ്. ഓക്കെ, അവർക്ക് അത്രയും നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ പാഷൻ, ആഗ്രഹം, സ്നേഹം, ഇഷ്ടം, നിങ്ങൾ തമ്മിൽ ആ കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ ഐ തിങ്ക് പറയാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്ക് പറയാം. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ഉണ്ട്. അവർ മേ ബി ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് അത് ഇത് കാരണമാണ്. കാരണം അവരുടെ മൈൻഡിൽ ഇപ്പോഴും അവർക്കൊരു ഇതിന് മുന്നോട്ട് എന്താവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ, ഇത് മുന്നോട്ട് സാധ്യതയുണ്ടോ എന്ന രീതിക്കുള്ള ചിന്തകളാണ്. ഓക്കെ, പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അഗൈൻ ലവ് കോൾ. ഓക്കെ, കീ ഓണറിങ്, നോട്ട് ഇനഫ്, വെഡിങ് റിങ്സ്, വാവ്, ഗ്രൗണ്ടിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി അട്രാക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വളരെയധികം സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പാഷനേറ്റ് ആയിട്ടൊരു റിയൂണിയൻ മീൻസ് നിങ്ങളുമായിട്ട് വേണം എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് പേഴ്സൺ വിളിച്ച് ഞാൻ മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞു. സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തുറന്ന എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ അടുത്തൊരു 15 daysൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. സോ 15 days നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഓപ്പണായിട്ട് അവരെ മനസ്സ് തുറക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സംസാരം നിങ്ങൾ തമ്മിൽ വരും, ഒരു കോൺവെർസേഷൻ വരും. ഓക്കെ, അതിനിവിടെ കീ ഓണറിംഗ് എന്ന് പറയുന്നുണ്ട്. മെനി ഓപ്ഷൻസ് എന്നാണ്, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കൺവെൻഷണൽ സിറ്റുവേഷൻ അല്ല, അതായത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. സോ അതാണ് ഞാൻ മാരീഡിൻ്റെ പറഞ്ഞത്. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ പേഴ്സൺ നിങ്ങളെ പക്ഷെ വേണം അവർക്ക്. ഓക്കെ, അവർ നിങ്ങളെ വിട്ട് കളയാൻ റെഡിയൊന്നുമല്ല. പിന്നെ അവർക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. ഓക്കെ, അവർക്ക് എവിടെയോ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ പേടികൾ എന്ന് പറയാം. ഓക്കെ, 8 of Swordsൻ്റെ ഒക്കെ എനർജി ഞാൻ പറഞ്ഞ ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയെ ഞാൻ വിട്ട് കഴിഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ കേടുവരുത്തിയാലോ, ഞാൻ മതിയോ, മേ ബി അവർക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടെല്ലാം തരാൻ സാധിക്കുമോ. ഓക്കെ, അങ്ങനെ പല പല ചിന്തകളാണ്. സോ അങ്ങനത്തെ ഒരു നോട്ട് ഇനഫ് എന്ന പേഴ്സണിന് തോന്നുന്നുണ്ട്, അവർക്ക് തോന്നുന്നത് ഞാൻ പോരാ എന്ന രീതിക്കൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളെല്ലാം പറയുന്നത് കേട്ടോ അവരെയാണ്, അവർ സ്വയം അവനവനെയാണ്. സോ അതുകൊണ്ടും പലതും അവർ അവോയ്ഡ് ചെയ്യുന്നില്ല, അതായത് നിങ്ങളോട് ഓപ്പണായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്നോട് വെഡിങ് റിംഗ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യൂണിയൻ ആൻഡ് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു ലൈഫ്, അല്ലെങ്കിൽ ഒരു ഈവൻ ഫാമിലി പോലെ. ഞാൻ ഫസ്റ്റ് നമുക്ക് വന്നത് തന്നെ ഫാമിലിയുടെ കാർഡാണ്. സോ യെസ്, നിങ്ങളെ മാരേജ്, ഫാമിലി അതൊക്കെ വേണം എന്ന രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രൗണ്ടിങ്, സ്റ്റേബിളായിട്ട്, സെക്യൂർ ആയിട്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അതാണ് ഇത് മെയിൻലി ഒരു മാരേജിൻ്റെ എനർജിയാണ് എനിക്ക് വരുന്നത്. അതായത് അത്രയും നിങ്ങളെ അവർ
അവരുടെ സ്വന്തമായിട്ട് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട് അവർ, ബട്ട് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേടികൾ കാരണമാണ്, ഫിയേഴ്സ് കാരണമാണ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് അതാണ് ഇഷ്യൂ. ബട്ട് നിങ്ങൾക്കൊരു ഐ തിങ്ക് ഒരു 15 ഡേയ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി പ്രതീക്ഷിക്കാം. ഓക്കെ, അവരങ്ങനെ നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു ക്ലിയർ ആയിട്ട് അവർ ചിലപ്പോൾ പറയാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്നിട്ട് ഇവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാവാം. ബട്ട് ഉണ്ട്, ഓക്കെ, ഉറപ്പിച്ചോളൂ. ബട്ട് സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടും അവർ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റാഞ്ഞിട്ടാണ്. ഓക്കെ, സോ എനിവേ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.